ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. SUT ഹോസ്പിറ്റൽ പട്ടത്തെ പ്രധാന വാസ്കുലർ സർജൻ. വാസ്കുലർ സർജറി എന്ന് വെച്ചാൽ രക്തധമനി അസുഖങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളിലേക്കും കശേരുക്കളിലേക്കും പോയി നമുക്ക് ആവശ്യമായ ഓക്സിജൻ, പ്രാണവായു, ഗ്ലൂക്കോസ്, മെറ്റബോളൈറ്റ്സ്, ഹോർമോൺസ് ഇതെല്ലാം നമുക്ക് രക്തചംക്രമണം മുഖേനയാണ് ഓരോ അവയവങ്ങൾക്കും ചെല്ലുന്നത്. ഇത് ശുദ്ധരക്തക്കുഴലുകൾ ശുദ്ധീകരിച്ച രക്തം ഓക്സിജൻ എല്ലാം കൊണ്ടുപോകുന്നു. അത് റിട്ടേണായി ഹൃദയത്തിലേക്ക് പോകുന്നതാണ് അശുദ്ധ രക്തക്കുഴൽ. കൂടുതലായും നമ്മൾ കാണുന്നത് ശുദ്ധരക്തക്കുഴലുകളുടെ അസുഖമാണ് സാധാരണ കാണുന്നത്. പ്രായമായ 55-60 വയസ്സ് അതിൽ കൂടുതലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ കാണുന്നത്. ഇതും ജീവിതശൈലി രോഗത്തിൽ ഉൾപ്പെടുന്നതാണ്. കാലിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾക്കുള്ള രക്തോട്ടം കുറയുകയോ പെട്ടെന്ന് നിലയ്ക്കുകയോ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇതാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. പ്രധാനമായും ശുദ്ധരക്തക്കുഴലുകളുടെ അസുഖമാണ് ഇതുവഴി ഈ ജീവിതശൈലി രോഗത്തിൽ ഏർപ്പെടുന്നത്. അതായത് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് പാർട്ടിക്കിൾസ്, ലിപ്പിഡ്സ് കൂടുതലായാൽ അത് രക്തക്കുഴലുകൾ വിഭജിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ബ്രാഞ്ച് അതിൻ്റെ തുടക്കത്തിൽ, അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയും, ആ രക്തക്കുഴൽ തുടങ്ങുന്ന സ്ഥലത്തോ ഏറ്റവും കൂടുതൽ കെട്ടിക്കിടന്ന് കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതേസമയം ഒരു 50% അല്ലെങ്കിൽ 60% ആ രക്തക്കുഴലിനുള്ള തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പണ്ട് 3-4 കിലോമീറ്റർ നടന്ന ഒരാൾക്ക് പെട്ടെന്ന് 1/2 കിലോമീറ്റർ നടക്കുമ്പോൾ മുട്ടിന് താഴെയോ അല്ലെങ്കിൽ തുടഭാഗത്തെയോ മസിൽ പിടുത്തം, ക്രാംസ് വന്ന് അവിടെ നിൽക്കേണ്ടി വരിക. ഇതാണ് ആദ്യമായി ഈ കാലിലേക്കുള്ള രക്തോട്ടത്തിന്, ശുദ്ധരക്തക്കുഴൽ ഓട്ടത്തിൻ്റെ കുറവ് വന്നാൽ ആദ്യമായി നമുക്ക് തോന്നുന്നത്. കാലക്രമേണ ഇത് രോഗിയെന്ന് പറയാൻ പറ്റില്ല. ആ സബ്ജക്റ്റ്, ആ ആൾ ഒരു ഡോക്ടറെ അടുത്ത്, MD ഡോക്ടറെ അടുത്ത് ആദ്യമേ പോയി പരിശോധനകളും ഈ കംപ്ലയിൻസും പറഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരു ടെസ്റ്റെല്ലാം ചെയ്ത് മനസ്സിലാക്കി തരും. ഈ അവസരത്തിൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ കാലക്രമേണ ഈ രക്തക്കുഴലിലേക്കുള്ള വഴി 50% നിന്ന് 80-90% ആകുമ്പോൾ അവർക്ക് 100 മീറ്റർ വരെ നടക്കാൻ പറ്റില്ല. പിന്നെയും നമ്മൾ ഇതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ കാലിൽ വേദന വരിക, കാലിൽ കറുപ്പ് നിറം വരിക, ഒരു തട്ടാതെയും മുട്ടാതെയും തന്നെ കാലിലെ ഏതെങ്കിലും ഭാഗത്ത് ഒരു പൊട്ടലോ ഒരു അൾസർ എന്ന് പറയും, ചെറിയൊരു വ്രണമുണ്ടാവുക, ഇതെല്ലാം വന്നാൽ തീർച്ചയായും നിങ്ങൾ ഒരു MD ഡോക്ടർ മാത്രമല്ല ഒരു വാസ്കുലർ സർജനെ തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം, നമ്മുടെ ഈ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും വാസ്കുലർ സർജൻസ് ഉണ്ട്, രക്തധമനി സ്പെഷ്യലിസ്റ്റുകൾ. അവർ ആദ്യം തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും, പ്രായം അവർ നോട്ട് ചെയ്യും, ഷുഗറുണ്ടോ, പുകവലിയുണ്ടോ, മദ്യപാനമുണ്ടോ, പിന്നെ എന്താണ് ജോലി, കൂടുതലും കമ്പ്യൂട്ടറിൻ്റെ മുകളിലോ ഒരു അനങ്ങാതെ കൂടുതൽ എക്സസൈസ് ഒന്നും ചെയ്യാതെ ഇരിപ്പുള്ള ജോലിയാണോ, അത് ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടോ, എല്ലാം ചോദിച്ചതിന് ശേഷം അവർ കാലിലേക്കുള്ള ആ രക്തമിടിപ്പിൻ്റെ ആ പൾസ് നോക്കി അവർക്ക് ഈ അസുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനെ തുടർന്ന് വേണ്ടി വന്നാൽ ഡോപ്ലർ ടെസ്റ്റിംഗ് കൊണ്ട് തീരെ സഹിക്കാൻ പറ്റാത്ത വേദനയും നടക്കാൻ പറ്റാത്ത അവസ്ഥയും കാലിൽ നീല നിറം എല്ലാം വരിക, വ്രണമെല്ലാം വരികയാണെങ്കിൽ CT ആൻജിയോഗ്രാം എന്ന് ടെസ്റ്റ് ചെയ്ത് കൃത്യമായി ഏത് പോയിന്റിലാണ് രക്തോട്ടത്തിന് തടസ്സമുള്ളത്. ഉദാഹരണത്തിനായി ഈ പൾസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒടിഭാഗത്തും ഈ ജോയിൻറ്റിൻ്റെ പുറകുവശത്തും കാൽപ്പത്തിയിലുമാണ് നമുക്ക് മനസ്സിലാക്കുക. അതിനിടയിലുള്ള ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഡോപ്ലർ ടെസ്റ്റിൽ കുറേയും കൂടി മനസ്സിലാക്കും, പക്ഷേ അത് പുറമേ നിന്നുള്ള ഒരു പരിശോധനയാണ്. ആൻജിയോഗ്രാം, CT ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഒരു മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് രക്തക്കുഴലുകളുടെ പൂർണ്ണമായും നമുക്കത് കാണാൻ പറ്റും. എത്രത്തോളം തടസ്സമുണ്ട്, ഏത് ലൊക്കേഷനിൽ തടസ്സമുണ്ട്, എത്ര ദൂരത്ത് തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണ്ടി വന്നാൽ രോഗിക്ക്
കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വന്നാൽ മാത്രം സ്റ്റെൻഡിങ്, അതായത് ആ കൊഴുപ്പിൻ്റെ അംശം തടസ്സം ഉണ്ടാക്കുന്നത് മുമ്പിലേക്കും താഴോട്ടും പ്രഷറൈസ് ചെയ്ത് അതിനെ മാറ്റിക്കളഞ്ഞാൽ രക്തോട്ടം വർദ്ധിക്കുകയും അതിനുശേഷം ചില മരുന്നുകൾ കഴിക്കുകയും വേണ്ടി വരും. ഇതൊന്നും ഇത് പറ്റാത്ത ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി പറ്റാത്ത ആൾക്കാർക്ക് അത്രയും അത്യസന്നമായി കാലിനെല്ലാം അപകടസ്ഥിതിയുള്ള ഒരവസ്ഥയിൽ തുറന്നൊരു ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും. ഇത് കൂടുതലായിട്ടും ഒരു 15-20% ആൾക്കാർക്ക് വേണ്ടി വരുള്ളൂ. 50-60% ആൾക്കാർക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. അതിൽ ഒരു 20-25% ആൾക്കാർക്ക് അവരുടെ ജീവിതശൈലി വ്യത്യാസപ്പെടുത്തി ആവശ്യമായ മരുന്നുകൾ കഴിക്കുകയാണ്, ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുകയാണെങ്കിൽ ഈ പ്രയാസം മാറും. ഇന്ന് വാസ്കുലർ സൊസൈറ്റി ഓഫ് ഇന്ത്യ മാത്രമല്ല, വാസ്കുലർ സൊസൈറ്റി ഓഫ് കേരള തുടങ്ങി വെച്ച ആംബ്യൂട്ടേഷൻ ഫ്രീ എന്ന, അതായത് കാല് നഷ്ടപ്പെടാതെ രക്തോട്ടം പുനഃസ്ഥാപിച്ച് കാല് നഷ്ടപ്പെടാതെ നമുക്ക് 2 കാലിലും നടക്കാനും ഏത് അവസരത്തിലും എവിടെ നടന്നു പോകാനും ഏത് കാര്യത്തിനും പങ്കെടുക്കുവാനും കഴിയുന്ന ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത് ജീവിതത്തിൽ. അതിനു വേണ്ടിയുള്ള ഒരു ആംബ്യൂട്ടേഷൻ ഫ്രീ ഇന്ത്യ എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ആകമാനം തുടരുന്നുണ്ട്. എന്തെന്നാൽ ഈ കാലിലേക്കുള്ള ശുദ്ധരക്തക്കുഴലിൻ്റെ അസുഖം കൊണ്ട് രക്തോട്ടം കുറഞ്ഞുള്ള അവസ്ഥയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും അധികം ഇന്ന് ഇന്ത്യയിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ അവസ്ഥ കൂടുതൽ വിഷമമുള്ള സമയത്ത് തീർച്ചയായും ഒരു വാസ്കുലർ സർജനെ, രക്തധമനി സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണണം. അവിടെ അവരെ കാണിച്ച് ടെസ്റ്റ് എല്ലാം ചെയ്ത് അതിനുള്ള പരിഹാരം ഏർപ്പെടുത്താം. SUT ഹോസ്പിറ്റലിൽ ഇന്ന് അതിനുള്ള എല്ലാവിധ സജ്ജീകരണമുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.